എപ്പോഴും ഡോർ ലോക്ക് ചെയ്യേണ്ട തന്നെ പോവുക. ഇത് പിന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. വെറുതെ ചോറും കറി ഞാൻ ഇവിടെ കൊണ്ട് വെക്കല്ലാണ്ട് അവനൊരു നേരം പോലും കഴിക്കലില്ലല്ലോ. പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, മൂപ്പരും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. രാവിലത്തെ പണിയൊക്കെ അവര് നോക്കിക്കോളും. അല്ലടാ, ഞാൻ രാവിലെ കൊണ്ടുവച്ച ചായ നീ കുടിച്ചോ? ചായ ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം. ഒരു ദിവസമെങ്കിലും ഞാൻ കൊണ്ടുവച്ച ഭക്ഷണം എനിക്ക് കഴിച്ചോട്ടടാ. പിന്നെ ഞാൻ എന്താ ഇത്രയും ദൂരം ഭക്ഷണം കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്? അല്ല, നീ പുറത്തുനിന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഇതെന്ത് കോലോ നിന്റെ? ഞാനൊക്കെ കഴിക്കലുണ്ട്. എനിക്ക് പോകാൻ സമയമായില്ലേ? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് ഏതെങ്കിലും ബാറിൽ പോയി കള്ളും ചാരയൊക്കെ കുടിച്ച് തോന്നിയ സമയത്ത് വീട്ടിൽ കയറും. വെറുതെ നാട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കാൻ. നിന്റെ കുടിയൊന്ന് നിർത്തിക്കൂടാ എനിക്ക്? എനിക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെങ്ങനെയാ? ഞാൻ പറയാൻ നീ കേൾക്കില്ലല്ലോ. വർഷങ്ങളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. പിന്നെ മേലടുത്ത പറമ്പിലെ തേങ്ങ അടിയൊക്കെ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ലേലം കൊള്ളാൻ ആള് വന്നു. അത് ഞാനങ്ങ് വിറ്റു. അതിന്റെ ബാക്കിൽ നടക്കാനൊന്നും ആളില്ലാലോ. വെറും 35,000 ഉറുപ്പ്യ കിട്ടിയത്. പണ്ടൊക്കെ 3-4 ലക്ഷം കിട്ടുന്ന സാധനങ്ങളാ. അതിനെങ്ങനെയാ നോക്കി നടത്താൻ ആള് വേണ്ടേ? സമയത്തിന് വെള്ളവും വളമൊക്കെ കൊടുക്കണം, എന്നാലേ അടക്കി തേങ്ങയൊക്കെ കിട്ടൂ. 35,000 കിട്ടിയില്ലേ? അതൊക്കെ മതി. ഒരുപാട് ഉണ്ടാക്കിട്ട് ആർക്ക് വേണ്ടിട്ടാ? പിന്നെ പൈസ ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നിന്റെ ഒരുമിച്ച് തന്നെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ അങ്ങ് ചെലവാക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും തരുമ്പോൾ ഞാൻ ടേബിളിന്റെ മേലെ എനിക്ക് ചെലവിന് വേണ്ട പൈസ വെക്കാം. അത് ആന്റി എന്താ നോക്കി ചെയ്താൽ മതി. ഞാൻ വരുന്നു. സുമതിയെ, ഇതാര്? നാരായണേട്ടനോ? അല്ല സുമതിയെ, നീ എന്ത് പണിയാ കാണിച്ചത്? എത്ര നേരം നിന്നെ ഞാൻ നോക്കി നിൽക്കുന്നത്. നിന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഉള്ളത്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ നാരായണേട്ടാ, എനിക്ക് കണ്ണനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വരും, കയറിയിരിക്കേ. ഒരു നാരായണേട്ടാ ഇരിക്കേ. നീ വരാൻ പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ മോന് പെണ്ണ് നോക്കാനല്ലേ? അവന് പറ്റിയ 5-6 പെൺകുട്ടികൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അടിച്ച ഞായറാഴ്ച ഒരു പെണ്ണ് കാണാം. എന്റെ മോന്റെ കല്യാണക്കാരിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കണ്ണൻ ഒരു പെൺകുട്ടിനെ നോക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കണ്ണനോ? എന്താ സുമതി നീ പറയുന്നത്? 24 മണിക്കൂർ കള്ളും കുടി നടക്കുന്നവന് പെണ്ണ് നോക്കാനാ? നീ എന്തായാലും പെടുത്താനാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ നാരായണേട്ടാ. ഒന്നില്ലെങ്കിൽ എന്റെ ആങ്ങളുടെ മോനല്ലേ ഇവൻ. ഇവനെ വെച്ച് 2 വയസ്സിന് കളയതാ എന്റെ മോൻ. ഇവൻ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ അവന് പെണ്ണ് നോക്കുക? അതും പറഞ്ഞേ, ഈ 24 മണിക്കൂർ വെള്ളം അടിച്ച് നടക്കുന്ന ആര് പെണ്ണ് തരാനാ? ഞാൻ അവിടെ പോയി പെണ്ണ് നോക്കൂ. അതൊക്കെ നിങ്ങൾ വിചാരിച്ച് നടക്കും നാരായണേട്ടാ. ഈ വീട് കൂടാതെ 10-15 ഏക്കർ സ്ഥലം ചെക്കൻ്റെ അച്ഛൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പണം ബാങ്കിലുണ്ട്. നിങ്ങൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പെണ്ണ് നോക്കി കിട്ടും. സംഭവം റെഡിയൊക്കെ തന്നെയാണ്. പക്ഷെ അല്ല സുമതി, ഈ ചെക്കൻ ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന ഈ ചെക്കന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നാരായണേട്ടാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യല്ലേ, ഇവന്റെ മുൻപിൽ വെച്ചിട്ടല്ലേ ഇവന്റെ അച്ഛനും അമ്മയ്ക്കൊന്ന് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ ആയത്. അന്ന് കണ്ണനാ കാർ ഓടിച്ചത്. അപ്പൊ അവനായിട്ടാണ് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് അന്ന് മുളച്ചിട്ടുള്ള കുടിയാണ്. എത്ര കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ അവന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് കൈ ഒഴിയാൻ പറ്റുമോ? നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടിനെ കൊണ്ടുവരി, ആ കല്യാണം നടത്തി തന്ന നിങ്ങൾക്ക് ഞാൻ ഒരു 5 ലക്ഷം ഉറുപ്പിക തരാം. 5 ലക്ഷമോ? പൈസക്കല്ല, എന്നാൽ നമ്മുടെ നാട്ടിലിങ്ങനെ ചെക്കൻ പറ്റിക്കഴിഞ്ഞാലേ നമ്മളിൽ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അവന് പറ്റിയ ഒരു പെണ്ണ് അങ്ങനെ നോക്കുകയാണെങ്കിലേ
ഒന്നും വേണമെന്നില്ല, കൂടുതൽ കുടുംബക്കാരില്ലാത്തവിടെ നോക്കി, അപ്പോഴാണെങ്കിൽ അന്വേഷണം വരില്ലല്ലോ. എന്നാ അവന് പറ്റിയൊരു പെൺകുട്ടി ഞാൻ കിട്ടുമോ നോക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ടാ ഇനി വേറൊരു കല്യാണം ഈ നാട്ടിലുള്ളൂ. പിന്നെ സുമതി, ഈ 5 ലക്ഷം തരാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലോ. അങ്ങനെ വെറും വാക്ക് ഞങ്ങളുടെ തറവാട്ടിൽ ആരും പറയാറില്ല. 5 കൂടുകയല്ലാതെ 1 രൂപ പോലും കുറയില്ല. പിന്നെ പൈസക്ക് പഞ്ഞമില്ല, നിങ്ങൾക്ക് അറിയണതല്ലേ. അതെനിക്കറിയാം, എന്നാലും വേറെ ചോദിച്ചതുള്ളൂ. എന്നാ സുമതി, ഞാൻ എന്നാ പിന്നെ പോയിട്ട് വരാം. നിങ്ങൾ പെണ്ണ് കാണാൻ റെഡിയായി നിന്നോ കേട്ടോ. ആന്റിയോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളല്ലേ, എന്റെ ജീവിതം ഇല്ലാണ്ടായി. എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്നത്? ഇതും പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ ഇരിക്കും? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് ആരാ ഉള്ളത്? നിന്റെ അമ്മ പറയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കല്യാണത്തിന് സമ്മതിക്കട മോനെ. നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ വയലോരത്തുള്ള സ്ഥലവും ഇല്ലേ, അങ്ങനെ കാട് പിടിച്ച് കിടക്കണോ? ഞാൻ കുറച്ച് പണിക്കാരെ വിട്ടിട്ടുണ്ട് പുള്ളി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ തെങ്ങിലൊക്കെ കുറച്ച് വളവ് വിടണം. കുറച്ച് ദിവസം പണി ഉണ്ടാവും. നീ ചെക്കിലൊന്ന് ഒപ്പിടും മോനെ, ഒരു കൂലി കൊടുക്കാന്. ആന്റി, എത്ര പൈസ എഴുതണ്ട്? അത് പിന്നെ പണിക്കാരിപ്പോ എത്ര ദിവസം ഉണ്ടാകും? ഒരു കാര്യം ചെയ്, മോനെ ഒപ്പിട്ട് തന്നാൽ മതി. പിന്നെ രാകേഷിനെ കൊണ്ട് എഴുതിയിട്ട് എത്ര പൈസ വേണ്ടെന്ന് എടുപ്പിക്കാൻ. എന്നാ ശരി മോനെ, ഞാൻ ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടുവരാം. സുമതി, സുമതി, കണ്ണന് പറ്റിയൊരു കുട്ടി എന്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ആണോ? കുട്ടിന്റെ വീട് എവിടെയാ? എന്റെ ലോകിക്കാരൻ കാണിച്ചു ആലോചന. കുട്ടിന്റെ വീട് കുറച്ച് ദൂരെയാ. എന്തായാലും നന്നായി, നമുക്ക് ദൂരെയാ നല്ലത്. കൂടുതൽ അന്വേഷണം ഉണ്ടാവില്ലല്ലോ. അതൊന്നും പേടിക്കണ്ട, വലിയ അന്വേഷണം ഉണ്ടായില്ല. കുട്ടിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചതാ. അന്നേരത്തിന് മുമ്പ് വേറെ പെണ്ണും കെട്ടി. ആ പെണ്ണുങ്ങൾക്കാണ് ഈ കുട്ടീന്റെ കണ്ണെടുത്ത കണ്ടൂടാ. അവർക്ക് വേറെ 2 മക്കളുണ്ടേര്. അപ്പൊ നമ്മളൊരു ആലോചന ചെന്നാ എന്തായാലും ആ പെണ്ണ് അവരെ തലയെ വെച്ച് കെട്ടിത്തരും. പിന്നെ വേറെ അന്വേഷണം അവിടെ ഉണ്ടായില്ല. അത് മതി നാരായണേട്ടാ, അങ്ങനത്തെ ഒരു കുട്ടിനെയാണ് ഇവനും വേണ്ടത്. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ കാത്തിരുന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അന്വേഷിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് അന്വേഷിച്ചോളി, ഇത് മതി. എന്നാ ശരി സുമതി, നീ എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാക്കി തരും. എന്നാ ശരി, എത്തേ. പെണ്ണ് എവിടെ പോയി കിടക്കുക? ഇത് എവിടെ പോയി ഈ പെണ്ണ്? എവിടെയും കാണുന്നില്ലല്ലോ. ഓ, തമ്പുരാട്ടി അവിടെ പോയിരുന്ന് പഠിക്കുക. കാണിച്ചു തരുന്നുണ്ട് ഞാന്. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന് പഠിക്കല്. എടി താരെ, ഞാൻ എത്ര നേരം അവിടെ തൊണ്ടകുറി വിളിക്കുന്നത്, നീ കേട്ടില്ല? ഞാൻ പഠിക്കായിരുന്നു, ഇളയമ്മ വിളിച്ച് ഞാൻ കേട്ടില്ല. രാവിലെ നീ വീട്ടിലെ പണിയൊന്നും ചെയ്യാണ്ട് ഇവിടെ സുഖമായി വന്നിരുന്ന് പഠിക്കുക? ഇളയമ്മ, ഞാനവിടെ അടിച്ചു തുടച്ചതാ, എന്നിട്ടാ പഠിക്കാൻ വന്നിരുന്നു. അടിച്ചു തുടച്ചു എന്ന് പറഞ്ഞാ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞോ? ആ തുണി ആരലക്കോടി, പാത്രങ്ങൾ ഒരു ലോഡ് കഴുകാൻ കിടക്കണം. ഇതിൽ തന്തവിടെ പണിക്കാരൻ നിർത്തിയിട്ടുണ്ടോ? നിന്ന് മോങ്ങാണ്ട് വീട്ടിലെ പണിയെ എടുക്കടി. എടി അവിടെ നിക്ക്, ആ ബുക്കും ഇതാ. ഇതും കൊണ്ട് നീ പോയി കഴിഞ്ഞാ അവിടെയും പോയി കള്ളത്തരം കാണിച്ച് പഠിക്കും. പണി കഴിഞ്ഞിട്ട് നീ പഠിച്ചാൽ മതി. അതൊരു ബുക്ക് ഇവിടെ ഇരുന്നോട്ടെ. അഹങ്കാരി. അതിരിക്കട്ടെ ബുക്ക്, അവൾ പഠിച്ച് കളക്ടറാകാൻ പോകുകയാണല്ലോ.
രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് ഈ മനുഷ്യൻ. ഇത് എവിടെ പോയി കിടക്ക? അല്ല അന്ന് നിങ്ങൾ എവിടെ പോയതാ? രാവിലെ പോയതാണല്ലോ വീട്ടിൽ നിന്ന്. ഞാൻ രാഘവനെ കാണാൻ പോയതാ. അത് കുറെ ആരും സുഖം നടക്കല്ലേ. എനിക്കെന്താ പ്രശ്നം ഇപ്പൊ? എന്താ പ്രശ്നം എന്നോ? നിങ്ങളുടെ മുടിഞ്ഞ സന്തതിയില്ലേ, വീട്ടിൽ ഒരു പണി ചെയ്യില്ല. ഏത് നേരം നോക്കില്ല ബുക്ക് കൊടുത്ത് ഒരൊറ്റ ഇരിപ്പാ. അടുത്ത മാസം അവളുടെ പരീക്ഷയല്ലേ, അതിനെക്കൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. അങ്ങനെ ഏത് നേരം ഇരുന്ന് പഠിച്ചാലേ വീട്ടിലെ പണിയൊക്കെ ചെയ്യാ? ഞാൻ ഒറ്റയ്ക്കാ? ഞാൻ നിങ്ങളുടെ വേലക്കാരിയാ? നീ അങ്ങനെയൊന്നും പറയണ്ട. അവളെ കൂടെ കഴിയുന്ന പണി അവൾ ചെയ്തു തരുന്നില്ലേ. പിന്നെ നമ്മൾ രണ്ടു മക്കളും എറണാകുളത്ത് താമസിച്ചല്ലേ പഠിക്കുന്നത്. അവരുടെ പേര് തന്നെ ഇപ്പോഴും പഠിക്കട്ടെ. അവരെ പോലെയല്ലേ ഇവള്. ഇത് നിങ്ങളുടെ ആദ്യത്തെ ഭാര്യന്റെ മോളാ. ഞാൻ അവളെ അങ്ങനെ കാണും. മര്യാദക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ആ വീട്ടിലെ എല്ലാ പണിയും കണ്ട് പഠിച്ചാൽ മതി എന്നുള്ളത്. നിങ്ങൾ രണ്ടാളും താമസിക്കുന്നത് എന്റെ വീട്ടിലാ. അതോർത്ത അച്ഛനും മോൾക്കും നല്ലത്. ആ സുമതി പറയേ. ആ നാരായണേട്ടാ, അവരെ കണ്ടോ? എന്തായി കാര്യങ്ങള്? ഇല്ല സുമതി, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിൽ പോയപ്പോ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവരവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? ആ പെണ്ണുങ്ങൾ പോത്തിനും കൂടി പൊഴിവരത്ത് പോയിരിക്കും അത്രേ. ഏതാ ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ എന്തായാലും വെക്ക്, ഞാൻ കണ്ടിട്ട് വിളിക്കാം. അല്ലാന്ന് നിങ്ങളല്ലേ പള്ളി വിളിക്കൊണ്ട് മീനാക്ഷി എടുത്തി? മീനാക്ഷി എടുത്തിയോ? നിങ്ങളാരാ കാരണവരെ? ഞാൻ കൊയിലാണ്ടിന്ന് വരിക, ബ്രോക്കറാ. നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ആലോചന കൂടി വന്നതാ. കല്യാണ ആലോചനയാ? ആർക്ക്? ആ മൂത്ത പെണ്ണിനാ? ആ വേലായുധേട്ടൻ പറഞ്ഞായിരിക്കും അല്ലേ? വേലായുധേട്ടൻ പറഞ്ഞൊന്നുമല്ല, എന്റെ അടുത്ത് വേറൊരാള് പറഞ്ഞതാ. കുട്ടി കല്യാണ പ്രായമല്ലേ, നല്ലൊരു ചെക്കന്റെ ആലോചന എന്റെ കയ്യിലുണ്ട്. നല്ലൊരു ചെക്കന്റെ ആലോചന ഉണ്ടെങ്കിൽ അത് കൈ തന്നെ വെച്ചേ. ആ പെണ്ണിനെ ഒന്നും ഇപ്പൊ കെട്ടിച്ചു വിടുന്നില്ല. അങ്ങനെ പറയല്ലേ അടുത്ത്. നിങ്ങൾ ചെക്കൻ ആരാ ചോദിക്കുക ആദ്യം. ചെക്കനും ചെക്കനൊന്നും എനിക്കറിയണ്ട. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അല്ല, എന്തായാലും നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. പെണ്ണിന് എന്തായാലും കല്യാണം കഴിക്കണ്ടേ? പെണ്ണിനിപ്പോ കല്യാണം കഴിച്ചു കൊടുത്താലേ വീട്ടിലെ പണി നിങ്ങൾ വന്ന് ചെയ്യോ? കാരണം അവരെ പെണ്ണിനിപ്പോ കൊടുക്കുന്നില്ല, അവരെ കൊടുക്കുന്നില്ല. നിങ്ങൾ പോകാൻ നോക്കി. ആ പോത്തെന്താ നിന്നവിടത്തിൽ നിന്ന് പുല്ല് തിന്നുന്നത്? എത്ര പുല്ല പോത്ത. ഇത് എന്തൊരു പെണ്ണുങ്ങളത്. സുമതിയെ, ഈ കല്യാണം നടക്കാൻ തോന്നിയില്ല. നമ്മളെ വിചാരിക്കുന്ന പെണ്ണുങ്ങളെയല്ല. നാരായണേട്ടൻ, നിങ്ങൾ അങ്ങനെ പറയരുത്. അതല്ലാതെ കണ്ണന് വേറൊരു പെണ്ണ് കിട്ടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കി. അത് ഈ പെണ്ണുങ്ങളുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ. അതിനെക്കൊണ്ട് ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്നു മട്ടായിരിക്കുന്നത്. ആണോ? എന്നാ നിങ്ങളൊരു കാര്യം പറയും. അവർക്ക് 5 പൈസ ചെലവില്ലാണ്ട് ഈ കല്യാണം നമ്മൾ നടത്തിക്കോളാ പറയും. പിന്നെ ഈ കല്യാണത്തിന് അവർ സമ്മതിക്കുകയാണെങ്കിൽ 5 ലക്ഷം റുപ്യ നമ്മൾ അവർക്ക് കൊടുക്കും. ഇനി ഒന്ന് ചോദിച്ചു നോക്കി. അങ്ങനെയാണെങ്കിലേ ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം. എന്നാ ശരി. ഇയാൾ ഇതുവരെ പോയില്ലേ? നിങ്ങൾക്ക് എന്താ കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഏടത്തി, നിങ്ങൾ നിന്നൊന്നും കേൾക്ക്. ചെക്കൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അച്ഛനമ്മ 2 കൊല്ലം മുന്നേ മരിച്ചു പോയതാ. കൂടെ പറമ്പ് ആരുമില്ല. കാണുന്ന എല്ലാ സ്വത്തുക്കളും അവനുള്ളതാ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കേ. ചെക്കന് കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് എനിക്കെന്ത് ഉപകാരം? അനുഭവിക്കാൻ വേണ്ട ആ പെണ്ണല്ലേ. അവള് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. എന്നാ ഞാനൊരു സത്യം പറയാ, ചെക്കൻ മുഴുക്കുടിയനാ. നാട്ടിൽ എവിടെയാണ് പെണ്ണ് കിട്ടൂല. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഒരു 5 പൈസ ചെലവില്ലാണ്ട് ഈ കല്യാണം ഞാൻ നടത്തരാം. അത് മാത്രമല്ല, ഈ കല്യാണത്തിന് നിങ്ങൾ സമ്മതിച്ചാലേ 5 ലക്ഷം റുപ്യ ഞാൻ വാങ്ങിത്തരും. അതെന്റെ ഉറപ്പാ. ഓ, അപ്പൊ 5 ലക്ഷം റുപ്യ കിട്ടുകയും ചെയ്യും. ആ പെണ്ണൊരു കുടികാരന്റെ ഭാര്യയുമാകും അല്ലേ?
ആ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലേ ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. പക്ഷെ എന്നെ പറ്റിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിലേ മീനാക്ഷിന്റെ തനി കുണം നിങ്ങൾ അറിയും. നിങ്ങൾ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റുമോ? അടുത്ത് വാക്ക് പറഞ്ഞ വാക്കാ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പെണ്ണ് കാണാൻ വരും. അന്നേരം 2 ലക്ഷം രൂപ കൈ തരും. ബാക്കി കല്യാണം ദിവസം തരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങൾ പെണ്ണ് കാണാൻ വരും. ഈ കല്യാണം ഞാൻ നടത്തി തരും. എന്നാ ശരി അടുത്ത് എല്ലാം പറഞ്ഞ മതി. അടുത്ത ആഴ്ച കാണാം. ശരി കാരണവരെ. കണ്ണന്റെ കല്യാണം നടത്താൻ അമ്മ എന്തിനു എത്ര ആവേശം കാണിക്കുന്നത്? അവൻ കുടിച്ചു കയറുന്ന ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടിരിക്കോ? അമ്മ ബോധത്തോടെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നല്ല ബോധത്തോടെ തന്നെയാടാ നിന്റെ അമ്മ ഈ കാര്യമൊക്കെ ചെയ്യുന്നത്. നാട്ടുകാരൊക്കെ ചെലച്ചു തുടങ്ങിയടാ അവരുടെ വായടയ്ക്കാൻ വേണ്ടി ഈ കല്യാണം നടത്തുന്നത്. അത് മാത്രമല്ല ഈ കല്യാണത്തിന് പിന്നിൽ ഒരു ചതിയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അവൾ ഇവിടെ വെച്ച് തീർന്ന കണ്ണൻ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് ചെയ്തതെന്ന് എല്ലാവരും പറയും. അങ്ങനെയാണെങ്കിൽ അവളും ഇല്ല, കണ്ണൻ ജീവിതകാലം മുഴുവനും ജയിലിലും. പിന്നെ ആ സ്വത്ത് എങ്ങനെ കയ്യിലേക്ക് ആക്കണമെന്ന് എനിക്കറിയാം. അതിന് അവൾ ഇവിടെ വെച്ച് തീരണ്ടേ? കണ്ണന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചത് ഏതോ ലോറിക്കാരൻ അറിയാതെ കൊണ്ടിടിച്ചതല്ലോ. അത് ചെയ്യാൻ എനിക്കറിയാണെങ്കിൽ അവളെ തീർക്കാൻ എനിക്കറിയാം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇനിയാണ് കഥ തുടങ്ങുന്നത്. അല്ലടി നീ എവിടേക്കും ബക്കറ്റ് നോക്കിയിട്ട്? ഇളയമേ ഇവിടെ വെള്ളം കുറവാ. തുണിയൊക്കെ അലക്കാൻ ഞാൻ കുളത്തിൽ പോകാൻ നിൽക്കുക. ആ ഇനി ഇതിന്റെ പേരിൽ അവിടെ പോയി നാട്ടുകാരെ കൊണ്ട് മുഴുവൻ സംസാരിച്ച് കുറെ സമയം നിൽക്കണ്ട. ഇവിടെ പണിയുള്ളതാ, വേഗം വരണം. എടി താരെ അവിടെ നിക്ക്. പിന്നെ നാളെ നിന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി നിക്കണം. പെണ്ണ് കാണാനോ? അയ്യോ ഇളയമ്മേ, എനിക്കിപ്പൊ തന്നെ കല്യാണം വേണ്ട. കല്യാണം വേണ്ടോന്നോ? നീയാണോ ഒരു തീരുമാനിക്കുന്നത്? അതല്ല ഇളയമ്മേ, എനിക്ക് പഠിച്ചെന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നല്ലൊരു ജോലിക്ക് കയറണം. അത് മാത്രം എന്റെ ലക്ഷ്യം ഇപ്പോ. അവന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നീ അധികം പറ്റാടി. നീ ഇവിടെ ഉള്ള കാരണം 2 മക്കളും ഇങ്ങോട്ടേക്ക് വരാത്തത്. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ അച്ഛനും മോളിൽ ഈ വീട്ടിൽ ഞാൻ പുറത്താക്കും. എന്താ മോളെ നീ എന്താ ഇവിടെ ഒന്ന് കരഞ്ഞിരിക്കുന്നത്? അച്ഛ, ഇളയമ്മ പറഞ്ഞത് കേട്ടില്ല. നാളെ എന്നെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നത്ര. എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛ. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം. ഒന്ന് ഇളയമ്മനോട് പറയാം പ്ലീസ് അച്ഛ. മോളെ അവളുടെ അടുത്ത് പറഞ്ഞത് കാര്യമില്ല. അവളുടെ സ്വഭാവം എനിക്ക് അറിയുന്നില്ലേ. ആകുന്ന കാലത്ത് നിന്റെ അച്ഛനൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതൊരു നരകോ മോളെ. നീ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ചിലപ്പോ ഈ കല്യാണം ദൈവമായിട്ട് കൊണ്ടുവന്നായിരിക്കും.
അച്ഛന് പത്രേ പറയാൻ പറ്റുള്ളൂ മോള്. അമ്മ, എനിക്ക് അടുത്ത തിങ്കളാഴ്ച ഒരു 2 ലക്ഷം റുപ്യ ഒപ്പിച്ചു തരണേ. 2 ലക്ഷമോ? നിനക്ക് എന്തിനാണ് അപ്പൊ ഇത്രയും പൈസ? അത് പാർട്ട്ണർഷിപ്പിൽ ഞാൻ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിന് ഷെയർ കൊടുക്കാനാ. ഇനിയും ബിസിനസ്സോ? അല്ലടാ, നീ കഴിഞ്ഞ ആഴ്ച കണ്ണന് ചെക്ക് മറങ്ങുമ്പോ അതൊന്ന് 2 ലക്ഷം കൂടുതൽ എടുത്തല്ലോ. അപ്പൊ അതെന്തിനാ? അത് ഞാൻ വേറൊരു കാര്യത്തിന് എടുത്താ. പിന്നെ ഈ പൈസ എന്തായാലും ഒപ്പിച്ചു തരണമേ, അത്ര അത്യാവശ്യമാ. ഇതൊക്കെ അവന്റെ പൈസയാണ് പറഞ്ഞ് നീ അധികം ദൂർത്തടിക്കാൻ നിക്കല്ലേ. ഇതൊക്കെ ബിസിനസിന് തന്നെയാണോ? ബിസിനസ് ചെയ്യാൻ തന്നെയാണമ്മ, അല്ലാണ്ട് ദൂർത്തടിക്കാന്നല്ല. അമ്മ എങ്ങനെ ഒപ്പിച്ചതാ? എന്നപ്പോ എനിക്ക് ചെക്ക് മാറുമ്പോ തന്നെ വേണ്ടത് എടുത്താ പോരെ. ഇനിയിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ? തേങ്ങയാണെങ്കിൽ വിറ്റും പോയി. ഒരു കാര്യം ചെയ്യാ, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഒരു ചെക്കും കൂടി ഒപ്പിടിച്ച് വാങ്ങിക്കാം. അതൊന്നും വേണ്ടത് എടുത്തോട്ടെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കല്ലേ. അമ്മ എങ്ങനെ ആ ചെക്ക് മേടിച്ചതാ? വേണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് മേടിക്കുമ്പോഴേ അവൻ എന്തെങ്കിലും ഡൗട്ട് വന്നോ? 24 മണിക്കൂറും കള്ളും കുറിച്ച് നടക്കണം, അവൻ എന്ത് ഡൗട്ട് തോന്നാനാ? ഞാൻ പറയണത് അവിടെ കണക്ക്. നാളെ രാവിലെ ഞാൻ ചെക്ക് വാങ്ങിച്ചു തരാം, നീ വേണ്ടത് എടുത്തോ. ആ മല്ലികേ, പെട്ടെന്നായിരുന്നു, ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഇല്ലില്ല, ഇന്നലെ കഴിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ സ്വഭാവം അറിയുന്നതല്ലേ. കുറച്ചാളുപോയി കുട്ടീനെ താലി കെട്ടിക്കൊണ്ട് വന്നതാ. ആ, അമ്പലത്തിൽ തന്നെയായിരുന്നു. ആ, പിന്നെ ഒരു കാര്യം ചെയ്യും, ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് വരും, ഒന്ന് കുട്ടീനെ കണ്ടിട്ട് പോകാലോ. ആ എന്നാ ശരി, എന്നാ ശരി ശരി. ആ, പിന്നെ ഇവരിനെയൊക്കെ അറിയിച്ചല്ലേ കല്യാണം നടത്തുന്നത്, വേറെ പണിയില്ല. ആ മോളെ, നേരത്തെ എണീച്ചിട്ടുണ്ടാവും അല്ലേ? ആ ആന്റി. കണ്ണൻ എണീറ്റോ മോളെ? ഇല്ല, എണീറ്റിട്ടില്ല. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോ കണ്ണൻ? ഇതുവരെയായിട്ടും എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ആ, പിന്നെ അതൊന്നും സാരമില്ല മോളെ, ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ. അതിന്റെ മുൻപ് നിങ്ങൾ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ അങ്ങ് ശരിയാവും. എന്നാ ഇതിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്, കഴിച്ചോളി 2 ആള്. പിന്നെ ഈ പൈസ കണ്ണന് കൊടുക്കട്ടോ. എന്നാ ശരി മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ശരിയെന്നാ. അതെ, ആന്റി വല്ല പൈസ തന്നിനോ? ആ, തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുന്നില്ലേ? ചായ ഞാൻ പുറത്തുനിന്ന് കുടിക്കാം. പിന്നെ ഇവിടെ പാത്രങ്ങളും സാധനങ്ങളൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ. വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കോളാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ആന്റി കൊണ്ടുവരും, അത് നീ കഴിച്ചോ.
ഇതെന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ, അവ ഇന്നലെയും കുടിച്ചിട്ട് വന്നിട്ടുണ്ടാവും അല്ലെ? അതൊന്നും സാരമില്ല മോളെ, കല്യാണം കണ്ടിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അവൻ പിള്ളേർക്ക് പാർട്ടി കൊടുത്തതായിരിക്കും, അതൊക്കെ ശരിയാകും. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയില്ല ആന്റി. ഇന്നേവരെ ഒരു ദിവസം പോലും കുടിക്കാതെ വന്നിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് എന്നോടൊന്നും മിണ്ട പോലും ചെയ്തിട്ടില്ല. അതിപ്പോ 3-4 വർഷമായിട്ട് അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ മോളെ. അല്ല, ഇക്കാലത്ത് കുടിക്കാത്ത ആണുങ്ങളുണ്ടോ? അവൻ കുടിച്ചാൽ ഇപ്പൊ നിനക്കെന്താ? 3 നേരം ഭക്ഷണം കിട്ടുന്നില്ലേ? പിന്നെ ഇപ്പൊ എന്താ വേണ്ടത്? ഏതോ നാട്ടില് കഞ്ഞിയൊന്നും ഇല്ലാണ്ട് 2ാം നമ്മന്റെ ആട്ടും തുപ്പും കേട്ട് നടന്നതല്ലേ നീ? ഇവിടെ സ്വർഗമാണെന്ന് വിചാരിക്കേ. എന്നാ ഇത് 2ആളും കൂടി കഴിക്കേ. ഈ പൈസ അവൻ എണിക്കുമ്പോ കൊടുക്ക്. ഇതിനാണിപ്പോ ഏട്ടാ ഒന്ന് നിൽക്കോ? എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടോന്ന് അറിയില്ല. എന്നാലും ഏട്ടനീ കുടിയൊന്നും നിർത്തിക്കൂടെ? എന്തിനാ സ്വയം ഇങ്ങനെ നശിക്കുന്നത്? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന്റെ പേരില് സ്വന്തം ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കണോ? ഇനിയെങ്കിലും ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ നിർബന്ധിച്ചിട്ട് പുതിയ കാറ് മേടിച്ചു തന്നായിരുന്നു. അമ്മ ഫ്രണ്ടിലിരുന്നു. സ്പീഡ് അമ്മയ്ക്ക് പേടിയായിരുന്നു, അതൊക്കെ ഇപ്പോ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ലോറിക്കാരൻ ട്രാക്ക് മാറി കണ്ടു. ബ്രേക്ക് ഔട്ട്. എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. നീയെങ്കിലും ഇവിടുന്ന് പോയി രക്ഷപ്പെടും. മോളെ. ആ അച്ഛാ, വീട്ടിൽ നേരത്തെ ഇറങ്ങിയോ? ആ മോളെ, ഇങ്ങോട്ട് നേരത്തെ ഇറങ്ങിയതാ. വാ അച്ഛാ, കയറി ഇരിക്കേ. എന്നാ മോളെ, നീ പറഞ്ഞ ബുക്കല്ല ട്രെയിന്. അച്ഛാ ഇരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം.
അച്ഛാ പിന്നെ ഇളയമ്മക്ക് സുഖമല്ല അച്ഛാ? ഓ സുഖമായിരിക്കുന്നു മോളെ. എനിക്ക് സുഖമല്ലേ? ആ അച്ഛാ കുഴപ്പമില്ല. അവനോടി മോളെ ജോലിക്ക് പോയാണോ? ആ അച്ഛാ ഇപ്പൊ പോയേ ഉള്ളൂ. മോൾക്കിപ്പോ സമാധാനം അല്ലേ? അവിടെയാണ് എപ്പോഴും ചീത്തയും പറഞ്ഞത്, പഠിക്കാനും സമ്മതിക്കില്ല. മോൾ എന്താവശ്യം അച്ഛനെ വിളിച്ചോട്ടെ, അച്ഛൻ ഓടി വെച്ചിട്ടോ. അച്ഛൻ്റെ കയ്യിൽ ഇതാവുള്ളൂ. ശരി മോൾ. ഞാൻ വിചാരിച്ചു നീ ഒന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ പോവാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല ഏട്ടാ. ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി. അതിനുശേഷം സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞാണെങ്കിലും അതൊരു മാറ്റം ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണ. രാവിലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പോകുമ്പോ 1000 രൂപ തന്നിട്ടാ പോയത്. അപ്പൊ ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയതാ. ഏട്ടാ ഗ്യാസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പാത്രങ്ങളും വേണം. കഴിക്കാനുള്ളതൊക്കെ ആന്റി കൊണ്ടുവരുമല്ലോ. ഇത്രയും കാലം ഏട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ ആന്റി ഭക്ഷണം കൊണ്ടുവന്ന്. ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ, ഞാൻ ഉണ്ടായിക്കോളാം. പിന്നെ വെറുതെ ആന്റിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഒരു കാര്യം ചെയ്ത എന്തൊക്കെയാണ് വേണ്ടുന്നൊരു ലിസ്റ്റ് ആന്റിനെ കൊടുത്താൽ മതി. രാകേഷ് മേടിച്ചോണ്ടിരും. അത് വേണ്ട ഏട്ടാ, ഞാൻ പോയി വാങ്ങിച്ചോളാം. പൈസ തന്നാ മതി. പൈസ ആന്റിന്റെ കയ്യിലുണ്ടോ? ഏട്ടന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലേ? അങ്ങനെ ഫോൺ തന്നാ മതി, ഞാൻ GPay ചെയ്തോളാം. ഫോണില് GPay ഉണ്ടെങ്കിൽ പൈസ കൺട്രോളിലാണ്ട് ചെലവാക്കാൻ പറഞ്ഞിട്ട് ആന്റി അൺഇൻസ്റ്റാൾ ചെയ്താ. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ എല്ലാ മാസവും ചെക്ക് ഒപ്പിട്ട് കൊടുക്കും. അപ്പൊ ആന്റി ബാങ്കിൽ പോയി എടുത്ത് എല്ലാ ദിവസവും എനിക്ക് ചെലവിന് തരുത്താ. അത് സാരമില്ല ഏട്ടാ, ഇനി മുതല് ഞാൻ കൺട്രോൾ ചെയ്തോളാം. അല്ലെങ്കിൽ പുറത്തു പോകുമ്പോ ഈ ഫോൺ അല്ലാതെ വേറെ ഫോൺ എടുത്തിട്ട് പോയാ പോരെ? അത് ശരിയല്ലേ. എത്ര വെച്ചാൽ ആന്റിന് ബുദ്ധിമുട്ടിക്ക. ഈ ഫോണിൽ തന്നെ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യും. ATM കാർഡ് അലമാരയിലോ അല്ലെങ്കിൽ TV സ്റ്റാൻഡിലോ ഉണ്ടാവും കേട്ടോ. പാസ്വേഡ് ഫോണിൽ സേവ് വെച്ചിട്ടുണ്ട്. ഏട്ടാ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്, ബാങ്കിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയിന്ന് പറഞ്ഞിട്ട്. അത് ഇന്നലെ ഞാൻ ആന്റിക്ക് ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മാസം ചെലവിനുള്ള പൈസ ചിലപ്പോൾ അതെടുത്തിട്ടുണ്ടോ. 4 ലക്ഷം രൂപയോ? 4 ലക്ഷോ? ഫോൺ നോട്ടെ. കുറച്ച് വെള്ളം എടുത്തിട്ട്
ഇതാ ഭക്ഷണം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചോ, രാത്രിക്കുള്ള ഞാൻ കൊണ്ടുവരാം. ആന്റി ഒന്ന് നിന്നേ. ഇനി മുതൽ ആന്റി ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കോളാം. നീ ഉണ്ടാക്കാന്നോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളാം. അത് വേണ്ട ആന്റി, ഇനി മുതൽ ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാ ഒരു കാര്യം ചെയ്, എന്താ വേണ്ടെന്ന് വെച്ചാ ലിസ്റ്റ് ഉണ്ടാക്കിത്താ, ഞാൻ രാകേഷിനെ വിട്ട് വാങ്ങിപ്പിച്ചോളാം. അതിന്റെ ആവശ്യമില്ല, സാധനമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. എന്നാ ഒരു കാര്യം ചെയ്, സാധനം വാങ്ങാൻ മുമ്പോ വീട്ടിന്റെ ദേവാ, ഞാൻ പൈസ എവിടെ നിന്ന് തന്നോളാം. പൈസ ആന്റി തരണമെന്നില്ല, അത് ഞാൻ ഏട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളാം. എന്ത്? നീ എന്താ പറഞ്ഞ? ഏട്ടന്റെ ഫോണിൽ ഗൂഗിൾ പേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ മാസവും ആന്റി ബാങ്കിൽ പോയി ചെക്ക് മാറണമെന്നില്ല. ഏട്ടന്റെ ചെലവിനുള്ള പൈസ ഇനി മുതൽ ഞാൻ കൊടുത്തോളാം. രാകേഷേ, നീ എവിടെയുള്ളത്? വീട്ടിൽ അച്ഛനുണ്ടോ? ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പറമ്പിലേക്ക് വാ. ആ ശരി, എന്നാ പെട്ടെന്ന് വരണേ. ആ അതല്ലായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞത്, അവനെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്കല്ലായിരുന്നു ധൃതി. ഒരു പാവം വീട്ടിലെ പെണ്ണാണ്, അടങ്ങി ഒതുങ്ങി ഇരുന്നോളം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഇവൾ ഇത്രമാത്രം ഏറിയുള്ളാന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ അമ്മയ്ക്ക് ആദ്യമായിട്ടൊരു തെറ്റ് പറ്റിയടാ. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യില്ല. ഇനി അവളെ വിട്ടുവിടമേ, എന്താ നമ്മളെ ചെയ്യാ? നീ പറഞ്ഞത് ശരിയാ, ഇനി അവൾ ഇങ്ങനെ വിട്ടുവിടാ. ഇന്നെന്നെ തീർത്തുകള. അവനെപ്പോഴാ വീട്ടിൽ നിന്ന് പോവുക? അവനില്ലാത്ത സമയത്ത് ചെയ്യരുത്, അവനുള്ളപ്പോൾ ചെയ്യണം. നല്ല കേസ് അവന്റെ തലയ്ക്ക് വരും. അവൻ ഇപ്പൊ വീട്ടിലുണ്ടാകും, മിക്കവാറും ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും. ഇതാണ് പറ്റിയ സമയം. മോനെ സൂക്ഷിക്കണേ, ഒരു തെളിവ് നിന്റെ മേലെ ഉണ്ടാവരുത്.
നീ എന്താ ഇവിടെ? അത് കണ്ണേട്ടാ, അമ്മ പറഞ്ഞു ചേച്ചി ഇന്ന് മുതൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സാധനം വേണോ പറഞ്ഞാ അമ്മ ഇങ്ങോട്ട് വിട്ടതാ. അത് വേണ്ട രാകേഷേ, അത് ഞങ്ങൾ പോയി വിളിച്ചോളാം. ആ ചേച്ചി, ഇത് താഴെ വീണെടുത്ത ശരിയാണ് കേട്ടോ. ആ പിന്നെ രാകേഷേ, എടാ ഇന്ന് രാത്രി ആ കാറിന്റെ കീ ഒന്ന് കൊണ്ടുവരോ? നാളെ മുതൽ ഇവിടെ കോളേജിൽ പോവാ. അപ്പൊ ഞാൻ കൊണ്ടാക്കാൻ വേണ്ട. അതിനെന്താ കണ്ടോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവിടാ. പിന്നെ നിനക്ക് കാറിന്റെ അത്യാവശ്യം ഉണ്ടോ? ഇല്ല, എനിക്ക് ബൈക്ക് ഉണ്ടല്ലോ, അത് മതി. ശരിടാ. ആ ശരി. ഏട്ടാ, ആ മുരിങ്ങൊന്ന് പറിച്ചു തരുമോ? എനിക്ക് എത്തുന്നില്ല. എടാ പെട്ടെന്ന് ഇത് നിർത്താൻ കഴിയുന്നില്ല. ഞാൻ പോയിട്ട് ഒരു ബീർ അടിച്ചു തരട്ടെ. എന്റെ ഏട്ടാ, ഇത് ജനിച്ചപ്പോ തുടങ്ങിയൊന്നല്ലോ. ഏട്ടനായിട്ടൊരു ദുശീലുണ്ടാക്കി അത് ഏട്ടനായിട്ട് നിർത്താന്ന് വിചാരിച്ചാ മതി. പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അച്ഛൻ നേരത്തെ നടത്തിയ ഒരു ഫാം ഇല്ലേ, അത് നമുക്കൊന്ന് റീഓപ്പൺ ചെയ്താലോ? അത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതെന്താ പറ്റാണ്ട്? ഏട്ടന് MBA കഴിഞ്ഞതല്ലേ, പിന്നെ അച്ഛന്റെ കഴിവ് ഏട്ടന് കിട്ടാതിരിക്കോ? റീഓപ്പൺ ചെയ്യാല്ലേ? പിന്നല്ലാതെ. ഏട്ടനോട് നിൽക്ക്, ഞാൻ ഒരു ചായ എടുത്തിട്ട് വരാം. ഞാൻ ചായ എടുക്കാം, നീ പഠിക്കാതെ. മോളെ, നീ എന്താ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നത്? ഇടയ്ക്കൊന്ന് വീട്ടിലേക്കൊക്കെ വാ. ആ പെണ്ണൊന്നും അവിടെ ഇല്ലാലോ. ആ ശരി ശരി ശരി. അമ്മ ദൂരെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ അതിന്റെ അടുത്താണ് നമ്മുടെ താരനെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വരിക ഞാൻ. അയ്യേ, സ്നേഹം കൊണ്ട് വരുമൊന്നുമല്ല. ആ പെണ്ണിനൊരു കള്ളുകൂടിനാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവൾ അവിടെ ഇരുന്ന് കരണ് നേരിട്ട് കാണാൻ വേണ്ടി വരിക. ആ വിശേഷങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ എല്ലാം വൈകുന്നേരം വിളിച്ച് പറഞ്ഞു തരാം. ആ ശരി ശരി, എന്നാ ശരി. എവിടെയാണല്ലേ പെണ്ണിനെ കൊടുത്തിരിക്കുന്നത്? ഏതാ വീട്? ഇതല്ലേ വീട്? ആ പെണ്ണല്ലേ അവിടെ ഇരിക്കുന്നത്? പെണ്ണങ്ങ് നന്നായി പോയോ? ഇല്ല, എനിക്ക് തോന്നുമായിരിക്കുമല്ലേ. ഇനി താരേ. ആ ഇളയമ്മയോ? വാ ഇളയമ്മേ, കേറിയിരിക്കാനൊന്നും സമയമില്ല. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ ഇളയമ്മേ. ഇളയമ്മ കേറിയിരിക്കേ, ഞാൻ ഒരു ചായ എടുക്കാം. അല്ലടി കൊച്ചേ, നിന്റെ ഭർത്താവ് എവിടെ പോയി? കുടിക്കാൻ പോയിട്ടുണ്ടാവൂലേ? ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാം. പെണ്ണ് കരഞ്ഞു കരഞ്ഞു ഒട്ടി ഉണങ്ങിയിട്ടുണ്ടാകും പറഞ്ഞിട്ട് വന്നതാണല്ലോ. അപ്പൊ പെണ്ണ് കുറച്ച് തുടുത്ത പോലെ ഉണ്ടല്ലോ. എന്തായാലും എന്താ, കള്ളൂടിനല്ല, ജീവിതം പോയില്ലേ? അങ്ങനെ തന്നെ വേണം. പെണ്ണിപ്പോ എന്തൊക്കെയാ പഠിക്കുന്നത്? വീണ്ടും തുടങ്ങിയോ പഠിത്തം? അല്ല, ഞങ്ങൾക്ക് കുറച്ച് പോരാ. ഞങ്ങൾ ഫാമിലേക്കാ. അപ്പൊ ഒരു 100 അടുത്ത് വേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരിട്ട് വരാം. എന്നിട്ട് സംസാരിക്കാം. ആ ശരി. ഏട്ടാ, ഇളയമ്മ വന്നിട്ടുണ്ട്. നിന്റെ ഇളയമ്മ വന്നോ? അപ്പൊ അവർക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഏട്ടാ, ഞാനിവിടെ വിഷമിച്ചിരിക്കുന്ന കാണാൻ വന്നായിരിക്കും. വന്നപാടെ ഏട്ടൻ കുടിക്കാൻ പോയോന്നാ ചോദിച്ചത്.
ഓ അങ്ങനെയല്ലേ. എന്തായാലും ഞാൻ അവരെ ഡീൽ ചെയ്യാം. നീ ആൾക്ക് പോയി ചായ എടുത്തോ. എന്താണ് വന്നിട്ട് പുറത്തന്നെ ഇരിക്കുന്ന? അകത്തേറി ഇരിക്കേ. പ്രാന്തനെ പോലിരുന്ന ചെക്കനാണല്ലോ. ഇപ്പൊ കുടിയൊക്കെ നിർത്തി നന്നായോ? എന്താണ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അല്ല, നിന്റെ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഫുൾ ടൈം തണ്ണിയാണെന്ന്. ഇപ്പൊ ഒന്നും കുടിക്കലൊന്നും ഇല്ലേ? കുടിയൊക്കെ ഉണ്ടായിരുന്നു ഇളയമ്മേ. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്റെ ജീവിതം അങ്ങ് മാറ്റിക്കളഞ്ഞു. എന്തായാലും ഈ കല്യാണത്തിന് ഇളയമ്മ സമ്മതിച്ചിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നായിരുന്നു. ഹലോ, ആണോ? നാളെ തന്നെ അല്ലേ? ആ ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ നിന്റെ പാസ്പോർട്ടിന്റെ കാര്യം റെഡി ആയിരുന്നു. നാളെ തന്നെ പോകാൻ പറഞ്ഞോ. ഇവൾക്ക് പാസ്പോർട്ടോ? നിങ്ങൾ എവിടെ പോവുക? ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു രാജസ്ഥാൻ കുഴു മണാലേക്ക് പോയത്. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധം ദുബായി പോയത്. അപ്പൊ പാസ്പോർട്ട് വന്നിട്ടാണ് വിസ എടുക്കാൻ. 1 മാസം ദുബായിലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് അബുദാബി, സിംഗപ്പൂർ, മലേഷ്യ എപ്പോഴാണ്. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ അതുണ്ടാവും, ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ ഇളയമൻ, തല കറങ്ങുന്നുണ്ടോ? അടുത്ത് വന്ന് കിടന്നോ. ഇനി ഇവിടെ ഇരുന്നാ ഞാൻ ബോധം കെട്ട് വീഴും. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. ഇളയമ്മേ, ഇനി ബസ്സിൽ പോവാൻ നിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഡ്രൈവറിനെ വിടാം. ഇവിടെ കാറുണ്ട്. ഇവിടെ കാറും ഡ്രൈവറൊക്കെ ഉണ്ടോ? എനിക്കൊന്നും വേണ്ട മോളെ, ഞാൻ ബസ്സിന് തന്നെ പോകാം. ദൈവമേ, എനിക്ക് അറ്റാക്ക് വരാതിരിക്കണേ. എടാ ദിനേശ, തേങ്ങ വെട്ടിയിട്ട് 2 ദിവസമായി. നീ എത്ര പ്രാവശ്യം ഇടാ വിളിക്കുന്നത്? എനിക്ക് തേങ്ങ വേണമെങ്കിൽ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കും വിൽക്കും. ആ ശരി എന്നാ. എന്റെ ദൈവമേ, ആകപ്പാട് കൊളവാക്കുവോ? തേങ്ങ എടുക്കാൻ വേണ്ടി ദിനേശിനെ കൊണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാറണമെന്നിലാണ് എവിടെ പോലെ എന്റെ പുറകെ വരുന്നത്. നീ എന്തിനാ മോളെ ഇവിടെ വന്ന് നിക്കുന്ന? പുഴയോർത്തെ കാറ്റാ, കറുത്തു പോകും. വേഗം വീട്ടിൽ പോയി ഇരിക്കാൻ നോക്ക്. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആന്റി നോക്കിക്കോളാം. അല്ല ആന്റി, അവിടെ തേങ്ങയൊക്കെ പറിച്ചിട്ടിരിക്കല്ലേ, അത് ലേലത്തിനടുക്ക് ആരെങ്കിലും വരുമോ നോക്കാൻ വന്നതാ. അയ്യോ, അതിനൊന്നും മോള് ബുദ്ധിമുട്ടണ്ട. തേങ്ങ വിറ്റിട്ട് പൈസ ആന്റി അവിടെ കൊണ്ട് എത്തിക്കാം. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യല്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതല്ല ആന്റി, ഇത്രയും തേങ്ങ അടയ്ക്കൊക്കെ പറിച്ചിട്ടേ വെറും 35,000 രൂപ കിട്ടുകയെന്നൊക്കെ പറയുമ്പോ ആ കണക്കങ്ങ് ശരിയാകുന്നില്ലല്ലോ. ചിലപ്പോഴേ ആന്റിനെ അവര് പറ്റിക്കായിരിക്കും. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ആന്റി ഇവിടുത്തെ വെയിൽ കൊണ്ട് കറക്കാണ്ട് വേഗം വീട്ടിൽ പോയിരുന്നു. ഇത്രയും കാലം ഇതൊക്കെ നോക്കി നടത്താൻ എനിക്കറിയാണെങ്കിലേ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. മോള് വേഗം വീട്ടിൽ പോയിരുന്നോ, അതാണ് എനിക്ക് നല്ലത്. എന്നെ ഇങ്ങോട്ട് അയച്ചതേ ഏട്ടനാ. അതുകൊണ്ട് ഈ കച്ചവടം നടന്നിട്ടേ ഞാൻ ഇനി വീട്ടിൽ പോകുന്നുള്ളൂ. ആന്റി, വെറും കൈയോടെ പോണ്ട കേട്ടോ. ഇത്രയും ദൂരം വന്നതല്ലേ, 2 തേങ്ങ വേണമെങ്കിൽ എടുത്തോ, കറിക്കായില്ലേ.
അച്ഛാ, ഇന്നലെ ഏട്ടൻ വിളിച്ചില്ലായിരുന്നോ? ആ മോളെ, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേണോ മോളെ? അത് വേണം അച്ഛാ. ഏട്ടനെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. വേറെയും ബിസിനസ്സുകളില്ലേ. അച്ഛൻ ആ ഫാമിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അവിടെ താമസിക്കുകയും ചെയ്യാലോ. എല്ലാരും കൂടെ മോളെ ചതിക്കാൻ നോക്കിയല്ലേ. ഇപ്പൊ കണ്ടില്ല മോൾ ആരായിരുന്നു. അച്ഛനെ വലിയ സന്തോഷം കിട്ടും മോളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. മോളെ, കണ്ണനോടെ പോയി. ഏട്ടൻ ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചിട്ടാ വന്ന്. ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല. മോനെ പാടാ. നീ എന്താടി വിചാരിച്ചത്? വന്നതോ അധികാരം കൈപ്പറ്റാന്നോ? പിന്നെ ഞങ്ങളൊക്കെ എന്തോടി ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? ഇത്രയും കാലം ഏട്ടനെ പറ്റിച്ച് ഒരുപാട് പൈസ കൈക്കലാക്കിയില്ലേ? അതും പോരാഞ്ഞ് ഡെയിലി കുടിക്കാൻ പൈസ കൊടുത്ത് ഒരു മുഴു കുടിയനാക്കാനല്ലേ നിങ്ങൾ നോക്കിയത്? കുടിച്ചില്ലാണ്ടായ എല്ലാ സ്വത്തും ഒരുമിച്ച് കൈക്കലാക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓ, അപ്പൊ നീ അതൊക്കെ മനസ്സിലാക്കിയില്ലേ? എന്നാ നീ അറിയാത്ത ഒന്നുകൂടി ഉണ്ട്. അവന്റെ അച്ഛനമ്മയും മരിച്ചത് ഏതോ ലോറിക്കാരെ അറിയാണ്ട് കൊണ്ട് കുത്തിയതല്ല. അത് ചെയ്യിച്ചത് ഞങ്ങളാടി. എല്ലാ മോനെ, എല്ലാ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇവളെ എന്താ ചെയ്യാ? ഇവളെ തീർത്തിട്ട് ആ കുറ്റം എന്റെ തലയിലാക്കാന്ന് വിചാരിച്ചു അല്ലേ? ദൈവം എന്റെ കൂടെയാടാ. അതാണ് നിങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തപ്പോ എന്റെ അച്ഛൻ മുഴുവൻ കേട്ടത്. അങ്കിൾ ഇന്നലെ തന്നെ ഈ കാര്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ ഈ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മന്റെ ആക്സിഡന്റിന് പിന്നിലാണ് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ മുഴുവൻ തെളിവോട് കൂടി നിങ്ങളെ പൊക്കണം വിചാരിച്ചു. നിങ്ങൾ ഇത്രയും പറഞ്ഞേക്കാം ഇതിൽ റെക്കോർഡാ. ഇതിപ്പോ എത്തണ്ട അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പൊ വരും. ഇനി കുറച്ചു കാലം അമ്മയും മോനും ജയിലിലെ ഭക്ഷണം കഴിച്ചിരിക്കും. ആ വക്കീലെ, വിധി വന്നോ? രണ്ടാൾക്കും ജീവപര്യന്ത. അപ്പൊ ആ ഡ്രൈവർക്കോ? അതെന്താ നന്നായി. കുറെ തെറ്റിയതല്ലേ. നീ കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. എന്തായാലും താങ്ക് യു വക്കീലെ. ഒരുത്തിയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഏതോ ഒരുത്തിനോട് ഒളിച്ചോടിപ്പോയി. ഇന്ന് വരെ വീട്ടിൽ വന്നിട്ടില്ല. ചെക്കനുള്ളതാണെങ്കിൽ കല്യാണം കഴിഞ്ഞു. അതൊരു കൊണവുമില്ലാത്ത പെണ്ണും ഒരു പണി ചെയ്തു തരില്ല. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. താരയുള്ളതാണെങ്കിൽ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. എല്ലാ പണിയും ആ കുട്ടി ചെയ്യും. പാവം, ഞാൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അതിനുള്ള ഫലമാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്.
സമ്മതിക്കുന്നില്ല. അവൻ പപ്പനെ മാറും. നമ്മൾ കാണുന്നത്. പോട്ടെ, പോട്ടെ. പോട്ടെ.